Stay tuned to Kids Corner and set free from all tensions and worries. അങ്ങനെ ഒരു അവധിക്കാലം കൂടി പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷെ എനിക്കങ്ങനെയല്ല, ഞാൻ ക്ലാസ് ഓർക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. അപ്പുക്കുട്ടാ, ഇത് നീ തന്നെയാണോ? കഴിഞ്ഞ വർഷം നിനക്ക് എന്ത് മടിയായിരുന്നു? അതെ, ടീച്ചർ എന്നെ ഈ വർഷം ലീഡറാക്കാന്ന് പറഞ്ഞിരിക്കുക. ഓ, അത് കൊള്ളാലോ. ലീഡറായിട്ട് വേണം കുറെ അമ്മമാരൊന്ന് ശരിയാക്കാൻ. കഴിഞ്ഞ വർഷം ലീഡറായിരുന്ന ശാലിനി ഞാൻ വർത്താനം പറഞ്ഞെന്നും പറഞ്ഞ് എപ്പോഴും പേര് എഴുതി കൊടുക്കായിരുന്നു. സ്കൂൾ ഓർക്കട്ടെ, കാണിച്ചു കൊടുക്കാം. അമ്മാമ്മ എനിക്ക് പറയായിരുന്നു, ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ ഈശോയിൽ നിന്നാ പഠിക്കണ്ടേന്ന്. ഈശോ ശിഷ്യന്മാരെ കാലം എഴുതി നമുക്ക് മാതൃക കാട്ടി. അതൊക്കെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ലീഡർഷിപ്പ്. ഇന്നത്തെ ഒരു സെനാരിയോയിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ് ലീഡർഷിപ്പ്, അല്ലേ? നമ്മൾക്ക് ഒരിടത്തും അത് ശരിയായ രീതിയിലല്ല കാണുന്നത്. നമ്മൾക്ക് ഒരുപാട് പേര് കാണിച്ചു തന്നിട്ടുണ്ട്. ക്രിസ്തു ആയാലും ഗാന്ധിജി ആയാലും നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവരെയും അവരുടെ വഴികളെയും മറന്നു തുടങ്ങി, നമ്മളുടെ തന്നെ സ്വാർത്ഥത കൊണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ലീഡർഷിപ്പ് എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാം. ഓക്കെ, അതിനു മുമ്പ് ഇന്നത്തെ വചനവും സുകൃതജപവും പഠിക്കാം. ഇന്നത്തെ വചനം ഇതാണ്. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 44-45 വാക്യങ്ങൾ. നിങ്ങളിൽ ഒന്നാമനാവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരോടും ദാസനുമായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ. ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? നിങ്ങളിൽ ഒന്നാമനാവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരോടും ദാസനുമായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ. ഓക്കെ, ഇനി സുകൃതജപം. ഈശോയെ ശുശ്രൂഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ ശുശ്രൂഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഓക്കെ, ഇനി നമ്മൾക്ക് ആന്റിയുടെ അടുത്തേക്ക് പോവാം. ആൻറ്റി, എന്താണ് ഈ ലീഡർഷിപ്പ്? ലീഡർഷിപ്പ് അഥവാ നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോകം ഒത്തിരി നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട് ലീഡർഷിപ്പിന് അല്ലെങ്കിൽ നേതൃത്വത്തിന്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു നിർവചനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം പ്രകാശത്തിൽ ചരിക്കുവാനും മറ്റുള്ളവരെ പ്രകാശത്തിലേക്ക് നയിക്കുവാനും ഉള്ളൊരു വിളിയാണ് ശരിക്കും ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ വചനത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവരൊരിക്കലും ലജ്ജിതരാവില്ല. അപ്പോൾ ഒരു പ്രകാശത്തിലേക്ക് നയിക്കാൻ പറ്റണം ലീഡറിന്, ശരിക്കും നേതൃത്വത്തിന്. നേതൃത്വം നയിക്കുന്ന ആളുടെ മാർഗവും ലക്ഷ്യവും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പറച്ചിലനുസരിച്ച് മാർഗം ഏതായാലും ലക്ഷ്യം നന്നായാൽ മതി എന്നാണ് പലരും പറയുന്നത്, അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള പലരും അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. നമ്മുടെ മാർഗങ്ങളും ലക്ഷ്യവും ഒരുപോലെ നന്നായിരിക്കണം എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സത്യസന്ധത ആവശ്യമുള്ള, വളരെ മൂല്യം ആവശ്യമായിട്ടുള്ള ഒരു വിളിയാണ് നേതൃത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആൻറ്റി പറഞ്ഞ ഈ പല ക്വാളിറ്റീസ് പല ലീഡേഴ്സിലും കാണാറില്ലല്ലോ, അതെന്തുകൊണ്ടാ? ശരിക്കും ഇന്ന് ഒരു വലിയൊരു ക്രൈസിസ് ഉണ്ട് നമുക്കെല്ലാവർക്കും. ശരിയായ ഒരു മോഡൽ കാണുന്നില്ല, അല്ലെ ശരിയായ ഒരു നേതാവിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം മനുഷ്യരായിട്ടുള്ള നേതാക്കളിൽ പലപ്പോഴും ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മൾ നേതാവായിട്ട് പരിഗണിക്കുകയും ആ ഒരു നേതാവിൻ്റെ സ്വഭാവങ്ങൾ മുഴുവൻ നമ്മൾ സ്വാംശീകരിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, നമ്മൾ അവരുടെ നല്ല ഗുണങ്ങൾ സ്വീകരിക്കുക. പലപ്പോഴും ഇന്നൊരു മോഡലിനെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. കാരണം നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു മോഡലിനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം കുട്ടികൾ പഠിപ്പിക്കുന്ന ടീച്ചറിനാണെങ്കിലും ശരി, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളിലാണെങ്കിലും ശരി, പലപ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു എത്തിക്സ് ഒന്നും വാല്യൂസ് ഒന്നും പലപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ഞാൻ പറയും, നിങ്ങൾ കുട്ടികൾ, ഇപ്പം നമ്മളെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം കുട്ടികളാണെങ്കിൽ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ പറ്റും. നമുക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്നുകൂടാ, നമുക്ക് എന്തുകൊണ്ട് പല നേതൃത്വത്തിലേക്ക് വന്നുകൂടാ? എല്ലാ വാല്യൂസോടും കൂടി നമ്മൾ മാർഗങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ശരിയാക്കിക്കൊണ്ട് നല്ല വാല്യൂസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നേതൃത്വത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനുഷ്യരാകുമ്പോൾ അവരുടേതായിട്ടുള്ള കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിലും
അവരുടെ പോരായ്മകൾ പരിഗണിച്ചുകൊണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പലരും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു നായകനെയോ നേതാവിനെയോ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നുവോ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടാണ്, അതുപോലെ അങ്ങ് നമ്മൾ അനുകരിക്കുകയാണ്. പക്ഷേ അനുകരണമല്ല ആവശ്യം, നമ്മൾ അവരുടെ പോസിറ്റീവ്സിനെ ഉൾക്കൊള്ളുകയാണ്. പിന്നെ വേറൊരു കാര്യം, ഈ ലോകത്തിൻ്റെ ലീഡർഷിപ്പും വേറൊരു തരത്തിലുള്ള ലീഡർഷിപ്പും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ കൊച്ചുനാളിലെ സത്യസന്ധത എന്നൊരു കാര്യം പഠിച്ചത് സുഭാഷ് ചന്ദ്രബോസ് എന്നൊരു മനുഷ്യൻ്റെ കഥയൊക്കെ കേട്ടിട്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് റിയൽ ആയിട്ടുള്ളൊരു ശരിക്കുള്ള നേതാവിനെ ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പം സോഷ്യൽ ലീഡേഴ്സായിട്ടുള്ള പലരെയും നമ്മൾ കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ അവരോട് തോന്നും, അവരുടെ വാല്യൂസൊക്കെ കാണുമ്പം. പക്ഷേ പിന്നീടാണ്, വളർന്നപ്പോഴാണ് ഈശോയിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് എങ്ങനത്തെ ഒരു ക്വാളിറ്റി, അതായത് എല്ലാം തികഞ്ഞ ഒരു കംപ്ലീറ്റ്നെസ് കർത്താവിലാണ് എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾക്ക് നല്ല ലീഡർ ആവാനായിട്ട് പറ്റും. മറ്റു ലോകത്തിൻ്റെ ലീഡർഷിപ്പിനൊക്കെ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്. അപ്പോൾ നമ്മൾ ഈശോയോട് ചേർന്ന് നിന്ന് ആ പൂർണ്ണതയിൽ, നമ്മൾ വചനം കേട്ടില്ലേ, പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. അപ്പം എന്ന് വെച്ച് നമ്മൾ ആരെയും തരം താഴ്ത്തുകയല്ല, പകരം നമ്മുടെ കൂട്ടത്തിലുള്ള അനേകരുടെ, നമ്മുടെ കൂട്ടുകാരുടെ ആയിരിക്കാം, നമ്മുടെ മാതാപിതാക്കളുടെ ആയിരിക്കാം, നമ്മളുടെ എൽഡേഴ്സിൻ്റെ ആയിരിക്കാം, അല്ലെ നമ്മൾ കാണുന്ന ചില മോഡൽസ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ആവാം. അങ്ങനെ ഏതെങ്കിലും നേതാക്കളായിക്കോട്ടെ, അവരുടെ പോസിറ്റീവ്സ് നമ്മൾ ഉൾക്കൊള്ളുക, നെഗറ്റീവ്സ് അവർ മനുഷ്യരല്ലേ, അപ്പോൾ അത്തരത്തിൽ നമ്മൾ കണ്ടാൽ മതിയാവും. ആൻറ്റി, എങ്ങനെയാണ് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി തിരിച്ചറിയുന്നത്? എനിക്ക് തോന്നുന്നു നമ്മളിലെല്ലാവരിലും ഒരു ലീഡറുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളിപ്പം പ്രത്യേകിച്ച് ഒരു പ്രസംഗപീഠത്തിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം ചെയ്യുന്ന ആളോ മാത്രമല്ല ലീഡർ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളെയും ഹാൻഡിൽ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ലീഡേഴ്സാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചതുകൊണ്ടായിരിക്കാം പലരും നല്ല ലീഡർഷിപ്പിലേക്ക് വന്നത്. നിങ്ങൾ ചാർലി ചാപ്ലിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ചാർലി ചാപ്ലിൻ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ചാർലി ചാപ്ലിൻ്റെ അമ്മ പാടി നാടകത്തിൽ അഭിനയിച്ച ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അവർക്ക് വളരെ അസുഖം ആയിട്ട്, വളരെ ഏതാണ്ട് തിരാറായ സമയത്ത്, അവരുടെ ആരോഗ്യമൊക്കെ ക്ഷയിക്കുന്ന സമയത്ത് അവർ ഒരു ദിവസം ഇതുപോലെ വലിയൊരു നാടകത്തിൽ പാടി അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവർ തളർന്നു വീഴുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ കുഞ്ഞു ചാപ്ലിൻ ഓടിക്കയറി വന്ന് അവനറിയാവുന്ന പാട്ട് പാടി അവനൊരു അവൻ്റെ ഒരു കളികളിലൂടെ ആ ഒരു സദസ്സിനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അവൻ രസിപ്പിച്ചു. അങ്ങനെയാണ് ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന നടൻ്റെ ഒരു തുടക്കത്തിലെ ഒരു അരങ്ങേറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമ്മളിപ്പം ക്ലാസ്സിലാണെങ്കിലും നമ്മളെ ഇപ്പോൾ നമ്മുടെ ടീച്ചർ ഒരു പ്രൊജക്റ്റ് വർക്ക് ഏൽപ്പിക്കുകയെന്ന് വെച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം, അല്ലെങ്കിൽ ഒരു സ്കിറ്റ് അവതരിപ്പിക്കാൻ നമ്മൾ ഇത്രയും ഒരു ഗ്രൂപ്പ്, ഇപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ഗ്രൂപ്പിനെ മുഴുവൻ ഒരു സ്കിറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി തന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും പേര് കൂടി ചേർന്ന് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് ഒരു ലീഡർ തീർച്ചയായിട്ടും ഉണ്ടാവും. ആ ലീഡർ ഇങ്ങനെ അസസ് ചെയ്യും, നീ ഇന്ന ക്യാരക്ടർ അവതരിപ്പിക്കണം, നീ ഇന്ന ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ ചിലപ്പോൾ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ വളർത്തിയേക്കും. അത് ചിലപ്പോൾ തിക്തമായിട്ടുള്ള, നെഗറ്റീവ് എന്നല്ല പറയുന്നത്, തിക്തമായിട്ടുള്ള അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാകുന്നത്, എന്നെ ഇന്ന ഒരു കാര്യത്തിലേക്ക് എന്നെ ഫ്രണ്ടിലേക്ക് വരുത്തുന്നതെന്നുള്ള ലെവലിലേക്ക് നമുക്ക് വരാം. പിന്നെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശുദ്ധ അന്തോനീസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സെയിൻറ്റ് ആൻ്റണി. അദ്ദേഹം സെമിനാരിയിൽ അടുക്കളയിൽ നിന്ന് നന്നായി ചപ്പാത്തി പരത്തുക എന്നായിരുന്നു പുള്ളിയുടെ ആദ്യത്തെ പരിപാടി. നന്നായിട്ട് എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുക, അതായിരുന്നു പുള്ളിക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ അന്ന് ഒരു ദിവസം ഒരു ബിഷപ്പ് ഈ ഒരു സെമിനാരി സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വരിക. അപ്പോൾ ബിഷപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ ഒരു ചടങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലോ, വളരെ വലിയ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവിടെ നടത്തണം. അപ്പോൾ അവിടെ പ്രസംഗിക്കാൻ ആരെങ്കിലും പ്രത്യേകം തിരഞ്ഞെടുക്കണം. അപ്പോൾ അച്ഛന്മാരെല്ലാം കൂടെ ഒരാളെ തിരഞ്ഞെടുത്തു, ഇയാൾ പ്രസംഗിക്കണം. പക്ഷേ ആർക്കും പ്രസംഗിക്കാൻ പേടിയാണ്, കാരണം ബിഷപ്പിൻ്റെ മുന്നിലാണ് പ്രസംഗിക്കേണ്ടത്. അങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്തു, പക്ഷേ അയാൾക്ക് വരാനും പറ്റില്ല. അപ്പോൾ ഒരു അച്ഛൻ ചെന്നിട്ട് ഈ ആൻ്റണിയോട് എന്ന് പറയുന്നത്, സെയിൻറ്റ് ആൻ്റണിയോട് എന്ന് പറയുന്നുണ്ട്, ഫാദർ ആൻ്റണി നാളെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്, ഒരു ബിഷപ്പ് വരും. അപ്പോഴത്തേക്കിനും സെയിൻറ്റ് ആൻ്റണി പറയുന്നത്, പറഞ്ഞു വച്ചാൽ എത്ര ചപ്പാത്തിയാണ് പരത്തേണ്ടത് എന്നാണ് സെയിൻറ്റ് ആൻ്റണി പറയുന്നത്. അപ്പോഴത്തേന് പറഞ്ഞു ഫാദർ ആൻ്റണി, ചപ്പാത്തി പരത്തുന്ന കാര്യമല്ല ഞാൻ പറയാൻ മതി, നിങ്ങളുടെ ചപ്പാത്തിയൊക്കെ നല്ലതാണ്, പക്ഷെ നിങ്ങൾ നാളെ പ്രസംഗിക്കണം. അങ്ങനെ ആ ഒരു സമയത്ത്, ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഫാദർ ആൻ്റണി കയറി പ്രസംഗിക്കുക. ഫാദർ ആൻ്റണി ദൈവസ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് പ്രസംഗിച്ചത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും, പ്രസംഗം കഴിഞ്ഞപ്പോൾ ബിഷപ്പ് ഫാദർ ആൻ്റണിനെ കെട്ടിപ്പിടിച്ചു. നിങ്ങൾക്കറിയാമോ, അനേകം ലക്ഷങ്ങളോട് ഫാദർ ആൻ്റണി പ്രസംഗിച്ചു, സെയിൻറ്റ് ആൻ്റണിയായി മാറി. അദ്ദേഹത്തിൻ്റെ നാവ് ഇന്നും അഴിഞ്ഞിട്ടില്ല, അഴുകാത്ത നാവായിട്ട് സൂക്ഷിക്കപ്പെടുന്നു. അപ്പം കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവർ തീർച്ചയായിട്ടും ഒരു ലീഡർഷിപ്പിലേക്ക് വരും. പിന്നെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഏത് ചെറിയ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യാൻ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ അടുക്കളയിലായിരിക്കും, ഇന്ന ദിവസം പാത്രം കഴുകാനുള്ള ഉത്തരവാദിത്തം അമ്മ എന്നെ ഏൽപ്പിച്ചെങ്കിൽ ഞാൻ അതിൻ്റെ ലീഡറാണ്. അങ്ങനെ നമ്മൾ കാണണം. ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിനാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലാതെ വലിയൊരു കാര്യം കിട്ടുന്നതിനെ മാത്രമല്ല ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. പ്രശ്നങ്ങൾ നമ്മൾ വരുമ്പോഴത്തേക്കിനും അത് എന്തുകൊണ്ട് ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഇന്നത്തെ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്നാണ് സൊല്യൂഷൻ കാണുന്നത്, ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ നിരാശയിലേക്ക് പോകുന്നു.
അല്ലേ? അപ്പോൾ അതുകൊണ്ട് ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ, ചിലപ്പോൾ നമ്മുടെ ടീച്ചറായിരിക്കും പറയുന്നത്, ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളായിരിക്കും പറയുന്നത്, ഇത് ഇന്നൊരു ക്വാളിറ്റി നിനക്കുണ്ടല്ലോ, യു ഷുഡ് ഡെവലപ്പ് ദാറ്റ് എന്ന് പറയും. അപ്പോൾ അത് കേൾക്കുകയും അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ചിലപ്പോൾ സ്വയം കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റും. എന്തായാലും ഇത്തരം അവസരങ്ങൾ യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ നമുക്ക് വളർത്താൻ പറ്റും. ആൻറ്റി, എങ്ങനെയാണ് ഈ ക്വാളിറ്റി വളർത്തിയെടുക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മക്കളെ, എല്ലാവർക്കും ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. നമ്മളത് ഒന്നാമത് തിരിച്ചറിയാൻ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ മറ്റുള്ളവരിൽ നിന്ന് പറയുന്ന സ്വരം അത് നമുക്കത് നന്മയായിട്ട് സ്വീകരിക്കാൻ പറ്റും. എനിക്ക് ഈ ക്വാളിറ്റി ഉണ്ടെന്ന് അറിയാൻ പറ്റും. ചിലർക്ക് ജന്മന ചില ക്വാളിറ്റീസ് ഉണ്ടാവും. ചിലർക്ക് പ്രസംഗിക്കാൻ നല്ല ഉള്ളവരുണ്ടാവും, പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ടാവും, ചിലർക്ക് ചില കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനായിരിക്കും. എന്തായാലും ഇത് തിരിച്ചറിയുമ്പം അതിന് പറ്റുന്ന അവസരങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനെ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. പലരും ചിലപ്പം ചില അവസരങ്ങൾ കിട്ടും, ചില കാര്യങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്യാം, ഒന്ന് ഫ്രണ്ടിലോട്ട് വന്ന് ചെറിയ കാര്യം ചെയ്യാവോ എന്ന് പറയുമ്പോൾ പല കുട്ടികളും പുറകോട്ട് മാറുന്നൊരു സ്വഭാവം പലപ്പോഴും കാണാറുണ്ട്. അപ്പം അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക. പിന്നെ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന സംഭവം എന്തിൻ്റെ ആയാലും ഉണ്ട്. നമുക്കിപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് നമുക്കെല്ലാവർക്കും റെഡിമെയ്ഡായിട്ട് വേണം. ഇപ്പോൾ ഇന്ന പാട്ട് പാടിക്കഴിഞ്ഞ് ഫസ്റ്റ് കിട്ടിയ ഫ്ലാറ്റ് കിട്ടും 1.5 കോടിയുടെ. അപ്പോൾ നമ്മൾ ഈ കിട്ടുന്ന ആ വലിയ വർണ്ണശബളമായ ആ ഒരു സമ്മാന തുകയിലേക്കൊക്കെയാണ് ചിലപ്പോൾ നമ്മളുടെയൊക്കെ മുഖം പോകുന്നത്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പലരും പല കാര്യങ്ങളിലും അച്ചീവ് ചെയ്തിട്ടുള്ളത്. എവിടെയാണെങ്കിലും ശോഭിക്കണമെങ്കിൽ ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന സംഭവം വേണം, കമ്മിറ്റ്മെൻറ്റ് വേണം, നല്ലൊരു സമർപ്പണ ബോധമുള്ളവരായിരിക്കണം നമ്മൾ. അവസരങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ ഈ ഒരു തരത്തിലൊക്കെ വളർത്താൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു. ആൻറ്റിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ലീഡർഷിപ്പ് എന്താണെന്നുള്ളൊരു ക്ലിയർ ഐഡിയ കിട്ടി അല്ലേ? ശരിക്കും ഇപ്പോൾ പിള്ളേരോട് എന്താണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ആംബിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പൊളിറ്റിക്കൽ ഫീൽഡ് പറയാറില്ല. പിന്നെ ആൻറ്റിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ആഗ്രഹം ഉണ്ടോ? ഇല്ലേ? ഉണ്ടെങ്കിൽ തന്നെ ആൻറ്റി പറഞ്ഞ പോലത്തെ തന്നെ ലീഡേഴ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്കൊരു ആക്ഷൻ സോങ് കാണാം. അതിന് മുമ്പ് വചനവും സുകൃതമായിട്ട് വരാം. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 44-45 വാക്യങ്ങൾ. നിങ്ങളിൽ ഒന്നാമനാവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരോടും ദാസനുമായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ. ഇനി സുകൃജപം. ഈശോയെ ശുശ്രൂഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ.
നമുക്ക് അമ്മാമ്മയുടെ അടുത്തേക്ക് പോവാം. അമ്മാമ്മ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അമ്മാമ്മ ഇന്ന് നമ്മൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വിശുദ്ധ മരിയ ഗൊരീത്തിയുടെ കഥയാണ്. അപ്പോൾ വേഗം വചനവും സുഖജപം ഏറ്റുപറയാം. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 44-45 വാക്യങ്ങൾ. നിങ്ങളിൽ ഒന്നാമനാവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ. ഇനി സുകൃജപം. ഈശോയെ ശുശ്രൂഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. രക്തസാക്ഷിണിയായ ഒരു കൊച്ചു വിശുദ്ധയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതാരാണെന്നല്ലേ? വിശുദ്ധ മരിയ ഗൊരേറ്റി. നിങ്ങളുടെയൊക്കെ പ്രായത്തിലാണ് അവൾ രക്തസാക്ഷിത്വം സ്വീകരിച്ച് മരിച്ച് വിശുദ്ധയായത്. ഇറ്റലിയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ കർഷകരായ മാതാപിതാക്കളുടെ മകളായിരുന്നു വിശുദ്ധ. അവളുടെ ജ്ഞാനസ്നാനം കഴിഞ്ഞ് സ്കൂളിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. 10 വയസ്സുള്ളപ്പോൾ അപ്പൻ മരിച്ചു. പിന്നെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഈ മക്കളെ വളർത്തിയത്. മക്കൾ വളർന്നു വരുമ്പോൾ എഴുതാനും വായിക്കാനും ഒന്നും ഇവൾക്കറിയില്ല. എങ്കിലും യേശുവിനെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ നല്ല വിശ്വാസത്തിലാണ് അവൾ വളർന്നു വന്നത്. പ്രത്യേകിച്ച് ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ആ വലിയ ബോധ്യം അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ചെറിയ പാപം പോലും ശരീരത്തിൽ ചെയ്യരുതെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള പ്രയത്നമായിരുന്നു. അപ്പോൾ ഇവർ താമസിച്ചിരുന്ന അടുത്ത് തന്നെ ഒരു ധനികൻ താമസിച്ചിരുന്നു. അയാളുടെ മകൻ ഒരു ജഡികനായിരുന്നു. അയാളെപ്പോഴും ഇവളിങ്ങനെ പാപത്തിലേക്ക് ക്ഷണിക്കുമായിരുന്നു. അപ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ അമ്മയോട് പറഞ്ഞു. എന്നിട്ട് ഇവൾ തന്നെ കൂട്ടിച്ചേർത്തു, എൻ്റെ ശരീരം കഷണം കഷണമായി മുറിച്ചാലും ശരി, ഞാൻ പാപം ചെയ്ത് എൻ്റെ യേശുവിനെ വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞു. ഒരു ദിവസം ഇയാൾ കരുതിക്കൂട്ടി വന്ന് ഇവളെ പാപത്തിൽ വീഴിക്കാൻ തന്നെ. അപ്പോൾ ഇവൾ പറഞ്ഞ്, അലക്സാൻഡ്രോ എന്നാണ് ഇയാളുടെ പേര്, അലക്സാൻഡ്രോ, ഇത് വലിയ പാപമാണ്, നീ നരകത്തിൽ പോകും, അതുകൊണ്ട് ഇതൊരിക്കലും ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. ഇയാൾ പല വഴി നോക്കി, പക്ഷെ ഇവൾ വീഴണില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒളിപ്പിച്ച് വെച്ചിരുന്ന കത്തിയെടുത്ത് കഠാരയെടുത്ത് 14 പ്രാവശ്യം ഇവളെ കുത്തി കൊണ്ട് അവൾ വീണ്. അപ്പം മരിച്ചില്ല. ചോരയിലിങ്ങനെ കുളിച്ച് കിടക്കുന്ന സമയത്ത് അമ്മ ഓടി വന്നു കഴിഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞ്, അമ്മേ, ഞാൻ അലക്സാൻഡ്രോയോട് ക്ഷമിച്ചിരിക്കുന്നു. അമ്മ വേഗം കുമ്പസാരക്കാരനെ വിളിച്ച് അയാളോടും പറഞ്ഞ്, അച്ഛനോടും പറഞ്ഞ്, ഞാൻ അലക്സാൻഡ്രോയോട് ക്ഷമിച്ചിരിക്കുന്നു. എൻ്റെ ഈ വേദന, എൻ്റെ ഈ സഹനം മുഴുവനും അയാളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് ഞാൻ കാഴ്ചവെക്കുന്നത്. അയാൾ എന്നെങ്കിലും ഒരിക്കൽ മാനസാന്തരപ്പെടും. ഞാൻ അതിനു വേണ്ടി എൻ്റെ ഈശോയ്ക്ക് എന്നെ തന്നെ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ മരിച്ചു. ഇയാൾക്ക് 30 വർഷമാണ് ജയിൽ ശിക്ഷ കിട്ടിയത്. 30 വർഷം കഴിഞ്ഞ് ഇയാൾ തിരിച്ചു പോന്നു. ആദ്യം വന്നത് മരിയയുടെ അമ്മ അസുന്ദരുടെ അടുത്താണ്. വന്നിട്ട് അമ്മയുടെ കാൽക്കൽ വീണ് മാപ്പി ചോദിച്ചു. അക്കൊല്ലം തന്നെയാണ് ഇവളെ മരിയയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചത്. അതിന് ആ ചടങ്ങിൽ ഈ അസുന്ദ എന്ന് പറഞ്ഞത് ഇവളുടെ അമ്മ, സഹോദരങ്ങളും അതുപോലെ തന്നെ ഈ അലക്സാൻഡ്രോയും ഒക്കെ അതിനെ സംബന്ധിച്ച് അയാൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഒരു ആശ്രമത്തിലേക്ക് ചെന്ന് അവിടെ
അന്തേവാസിയായിട്ട് അവിടെ താമസിക്കുകയാണ്, അവിടെ ജീവിക്കുകയാണ്. അത്രമാത്രം അവൾ പ്രാർത്ഥനയോടെ തൻ്റെ സഹനം മുഴുവനും അയാൾക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് അവൾ മരിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ആ ബോധ്യമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഈ വിശുദ്ധിയോട് നിങ്ങൾ എന്നും പ്രാർത്ഥിക്കണം. ഇന്ന് കുഞ്ഞുങ്ങൾ പോലും പീഡിപ്പിക്കപ്പെടുന്ന കാലമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമായിട്ട് കരുതാം. ഇപ്പോൾ വിഷ്വലിൽ കണ്ട കാര്യം നിങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുണ്ടാവും അല്ലേ? നമ്മൾ എവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴും അവിടുത്തെ ഗേറ്റ് തുറന്ന് കിടക്കുകയാണെങ്കിൽ അത് അടയ്ക്കണം. കാര്യം ചിലപ്പോൾ അവിടെ ഗാർഡൻ ഉണ്ടാവും, വേറെ കുറേ ചെടികളും മരങ്ങളും ഉണ്ടായി, ചിലപ്പോൾ ആടുകളോ പശുവോ എന്തെങ്കിലും വന്നത് തിന്നേക്കാം. അങ്ങനെ അത് ഒരു ബുദ്ധിമുട്ടല്ലേ അവർക്ക്. അതുകൊണ്ട് ഇനി മുതൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ചെയ്യോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നിങ്ങളുടെ ഡൗട്ട്സും ഒക്കെ മാറി ലീഡർഷിപ്പിനെ കുറിച്ചൊരു ക്ലിയർ ഐഡിയ കിട്ടിയല്ലേ? അപ്പോൾ നമുക്ക് ഒന്നും കൂടെ വചനവും സുവിശേഷവും ഏറ്റുവന്നിട്ട് അവസാനിപ്പിക്കാം. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 44-45 വാക്യങ്ങൾ. നിങ്ങളിൽ ഒന്നാമനാവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരോടും ദാസനുമായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ. ഓക്കെ. ഇനി സുകൃജപം. ഈശോയെ ശുശ്രൂഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.